നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിവിധ രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാനുള്ള വിലക്ക് പിൻവലിച്ചതിന് പിന്നാലെ രാജ്യത്തെ ക്വാറന്റൈൻ സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. സൗദി അറേബ്യയിൽ ആദ്യമായി ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇതിന് പ്രത്യേകിച്ചും പ്രാധാന്യം ഏറെയാണ്. ക്വാറന്റൈൻ പാക്കേജുകളെ സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇറങ്ങിയിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ത്യ, ഈജിപ്ത്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ബ്രസീൽ, വിയറ്റ്നാം എന്നീ 6 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് സൗദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാവുന്നതാണ്. മുൻപ് 14 ദിവസം ക്വാറന്റൈൻ പാലിച്ച ശേഷമാണ് രാജ്യത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ നിബന്ധന ഇല്ല എന്നാണ് ലഭിക്കുന്ന സൂചന. എന്നാൽ നിലവിലറിയിച്ച ഉത്തരവ് പ്രകാരം ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചു വരുന്നവർ നിർബന്ധമായും സൗദിയിലെത്തിയ ശേഷം 5 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിൽ കഴിയണം. ക്വാറന്റൈൻ പാക്കേജുകളെ സംബന്ധിച്ച് വിമാന കമ്പനികൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇതുവരെയും നൽകിയിട്ടില്ല. സൗദി എയർലൈനിന്റെ വെബ്സൈറ്റിൽ മാത്രമാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. സൗദിയിൽ എത്തിയ ശേഷമുള്ള ക്വാറന്റൈൻ പാക്കേജ് എപ്രകാരം എടുക്കണമെന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. യാത്രക്കാർക്ക് സാധ്യതയുള്ള PCR സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. വിമാനം പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുൻപ് ക്യൂഡോം പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. നിലവിൽ ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് വരുന്ന മിക്ക വിമാനങ്ങളും ചാർട്ടേഡ് വിമാനങ്ങളാണ്. ഇവർക്ക് ക്വാറന്റൈൻ പാക്കേജുകൾ നൽകാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. സൗദി അറേബ്യയിൽ നിന്നും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് പോയവർക്ക് ക്വാറന്റൈൻ ബാധകമല്ല. സൗദിയിൽ നിന്ന് 1 ഡോസ് വാക്സിൻ സ്വീകരിച്ച് നാട്ടിൽ പോയവർക്ക് 3 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷം സൗദിയിൽ പ്രവേശിക്കാവുന്നതാണ്. സൗദിയിൽ നിന്ന് 1 ഡോസ് വാക്സിൻ എടുത്ത ശേഷം പുറത്തേക്ക് പോയവർക്ക് രാജ്യത്തേക്ക് തിരികെ എത്താൻ അനുമതി നൽകിയതായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും ഈ ഇളവ് ബാധകമാണ്. ഡിസംബർ 4 ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ഈ ഇളവ് പ്രാബല്യത്തിൽ വരിക. ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും നേരിട്ടുള്ള വിമാന സർവീസുകൾക്കും സൗദി അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം രാജ്യത്തെത്തുന്നവർക്ക് 3 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സൗദി അറേബ്യയിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിക്കുകയുണ്ടായി. വടക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് നിന്നെത്തിയ സൗദി പൗരനിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയത്. ഇദ്ദേഹത്തെയും ഇദ്ദേഹവുമായി അടുത്തിടപഴകിയവരെയും ഐസൊലേഷനിലാക്കിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ ഇതാദ്യമായാണ് ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യുന്നത്. 14 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സൗദി അറേബ്യ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വിലക്ക് ഏർപ്പെടുത്തുന്നതിന് മുൻപ് സൗദിയിൽ എത്തിയതാവാം ഇദ്ദേഹം എന്നാണ് സൂചന. പുതിയ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ഏതവസ്ഥയും നേരിടാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്നും അധികൃതർ അറിയിച്ചു. എല്ലാവരും വാക്സിനേഷൻ പൂർത്തിയാക്കണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒമിക്രോൺ വകഭേദത്തിനെതിരെ വാക്സിൻ ഫലപ്രദമാകുമെന്നാണ് ആദ്യ ഗവേഷണ ഫലങ്ങൾ നൽകുന്ന സൂചനയെന്ന് ഇസ്രായേലും അറിയിച്ചു. ഡെൽറ്റ വകഭേദവുമായി താരതമ്യം ചെയ്താൽ ഇരട്ടിയോളം പകർച്ചാശേഷി ഒമിക്രോണിനുണ്ടെന്നും ഇസ്രായേൽ ഗവേഷകർ വെളിപ്പെടുത്തുകയുണ്ടായി. ഇപ്പോഴുള്ള വാക്സിനുകൾ ഒമിക്രോണിനെതിരെ ഭരിക്കില്ല എന്നാണ് ഇന്നലെ മൊഡേണ കമ്പനിയുടെ മേധാവി അഭിപ്രായപ്പെട്ടത്. ഈ വാദം തള്ളിയാണ് ഇസ്രായേലിന്റെ വെളിപ്പെടുത്തൽ. അതേസമയം ഒമിക്രോൺ ഭീഷണിയിൽ ആഗോള വിപണിയിൽ തകർച്ച തുടരുകയാണ്. അമേരിക്കയിലും യൂറോപ്പിലും ഓഹരി വിപണിയിൽ വൻ തകർച്ചയാണ് ഉണ്ടായത്. ക്രൂഡ് വിലയിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.